പക്ഷേ നീറ്റ് എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ ടഫ്നെസ് ലെവൽ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ടു ഈസി എന്ന റേഞ്ചിലാണ് കിടക്കാറ്. പക്ഷേ എന്നാലും ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ അത്ര വലിയൊരു കോമ്പറ്റീഷൻ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളുടെ ജേണി എന്ന് പറയുന്നത് അത്രയധികം ഹാർഡ്ഷിപ്സും സ്ട്രഗിൾസും നിറഞ്ഞതാണ്. പലപ്പോഴായി കുട്ടികൾ ഈ കോഴ്സിൻ്റെ മധ്യേ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം കുട്ടികൾക്ക് കറക്റ്റായിട്ട് സമയത്തുള്ള ഒരു മെൻറ്റർഷിപ്പോ ഗൈഡൻസോ കുറവായതുകൊണ്ടാണ്. മക്കളെ DNA ലേണിങ്ങിൽ വെറും 100 കുട്ടികളെ മാത്രം എടുക്കുന്നതുകൊണ്ട് ഓരോ കുട്ടിക്കും കിട്ടുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷനും കെയറും മെൻറ്റർഷിപ്പും അത്രയും വലുതാണ്. എല്ലാ കുട്ടിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് മാറും. മക്കളെ നീറ്റ് 2027 ക്രാക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഞങ്ങളുടെ റെസിഡൻഷ്യൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടും മടിക്കണ്ട, താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളെ വളരെ ലിമിറ്റായിട്ടുള്ള സ്ലോട്ട് കരസ്ഥമാക്കുക.